മഷ്തർ ഭാഗം 1 എന്ന്. അതിരാവിലെ ആകാശം കറുത്ത മഴമേഘങ്ങളാൽ മൂടി മ്ലാനമായ ഒരു പ്രഭാതം. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ ഞാൻ പത്രം വായന നിർത്തി. ഈ രാവിലെ ആരാണാവോ? ഞാൻ പിറുപിറുത്തുകൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ 30 വയസ്സു തോന്നിക്കുന്ന ഒരു സ്ത്രീ, എന്നെപ്പോലെ തന്നെ കണ്ണട ധരിച്ചിട്ടുണ്ട്. ഞാൻ ശിൽപ, ഇന്നലെ വിളിച്ചിരുന്നു. വാതിൽക്കൽ നിന്ന് ശിൽപ പറഞ്ഞു. ആ, കേറിവരൂ. ഞാൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അടുക്കളയിൽ രമണി തിരക്കിട്ട ജോലിയാണ്. രമണി എന്റെ ഭാര്യയാണ്. രമണി 2 ചായ. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ശിൽപ തന്റെ ആയുധങ്ങൾ പുറത്തെടുത്തു. ആയുധങ്ങളെന്ന് പറഞ്ഞാൽ കത്തിയും തോക്കുമൊന്നും അല്ലാട്ടോ, പേനയും റൈറ്റിംഗ് പാഡുമൊക്കെയാണ്. ശിൽപ ഒരു പ്രമുഖ പത്രത്തിന്റെ ലേഖികയാണ്. എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ ചോദിച്ചു. ജാഫറിനെക്കുറിച്ച് അങ്ങേക്കറിയാവുന്നതെല്ലാം. ശിൽപ മറുപടി നൽകി. ഞാനൊരു ദീർഘനിശ്വാസം വിട്ട് എന്റെ കഴിഞ്ഞ നാളുകളിലേക്ക് ഊളിയിട്ട് പറയാൻ തുടങ്ങി. ജാഫറിന്റെ ലോകം. ജാഫർ തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ എന്തും ചെയ്യുന്നവൻ. പണമാണ് അവന്റെ ദൈവം. ആ നാളുകളിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷന്റെ ഉടമയായിരുന്നു അവൻ. ഒരു ദിവസം രാവിലെ പ്രഭാതഭക്ഷണം കഴിക്കവേ ഒരു വാർത്ത അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഷിറോജൻ എന്ന നിഗൂഢവനത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു അത്. ആ നിഗൂഢവനത്തിൽ നിന്ന് വളരെ വിലയേറിയ ധാതുക്കൾ കണ്ടെത്തിയിരിക്കുന്നു. ജാഫർ ആ വാർത്ത കണ്ടയുടൻ ആ ധാതുക്കളെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ആ ധാതുക്കളുടെ വിലയറിഞ്ഞ് ജാഫർ ഞെട്ടി. അതിന് വളരെ വലിയ വിലയുണ്ടായിരുന്നു. ഈ കാര്യങ്ങളറിഞ്ഞതുമുതൽ ജാഫർ അത് ഖനനം ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. പല വഴികളും അവൻ ആലോചിച്ചു. എന്നാൽ അതെല്ലാം പല കാരണങ്ങളാൽ ഉപേക്ഷിച്ചു. ഷിറോജനിൽ താമസിക്കുന്ന കാട്ടുവാസികളായിരുന്നു അതിന്റെ കാരണം. ഈൾ വിഭാഗത്തിൽപ്പെട്ട അവർ പുറം ലോകവുമായി ബന്ധമില്ലാത്തവരായിരുന്നു. ഈ കാരണത്താൽ പുറത്തുനിന്ന് ആരെങ്കിലും ഷിറോജനിൽ പ്രവേശിച്ചാൽ ഈൾ വിഭാഗക്കാർ അവരെ കൊല്ലുമായിരുന്നു. ഈ കാരണത്താൽ സർക്കാർ അനുമതിയില്ലാതെ ആർക്കും പ്രവേശനമില്ലായിരുന്നു. എല്ലാ വർഷവും ഷിറോജനിലെ മൃഗങ്ങളുടെ സർവേ സർക്കാർ നടത്തിയിരുന്നു. ഈ വർഷത്തെ സർവേ വിവരങ്ങൾ അനുസരിച്ച് കാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ജീവി ആനയാണ്. ഇത് ശ്രദ്ധിച്ച ജാഫറിന് ഒരു ബുദ്ധി ഉദിച്ചു. ജാഫർ തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലാബുകൾക്ക് ഒരു നിർദ്ദേശം നൽകി. അങ്ങനെ അവൻ പറഞ്ഞ കാര്യം അവർ ചെയ്തു. ഈ സമയത്താണ് രമണി ചായ കൊണ്ടുവന്നത്. ഞാൻ ചായ ശിൽപയുടെ നേർക്ക് നീട്ടി. ശിൽപ അത് സ്വീകരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ജാഫർ നൽകിയ നിർദ്ദേശം? ഞാൻ ചായ കൈയിൽ പിടിച്ചുകൊണ്ട് തുടർന്നു. മഷ്തർ, ഇന്നേവരെ ലോകത്തിലാരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു മരുന്നു. ഈ മരുന്ന് മനുഷ്യർക്കുള്ളതല്ല, പകരം കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനകൾക്കുള്ളതാണ്. ആനകൾക്കോ? ശിൽപ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞു. ആനകൾക്കുച്ചിയിൽ ചൂണ്ടുതട്ടി നീരിറങ്ങുമ്പോൾ മദപ്പാടുണ്ടാക്കും. അത് കൃത്രിമമായി ആനകളിൽ വരുത്തുവാനുള്ള മരുന്നാണ് മഷ്തർ. ഈ മരുന്ന് എന്തിന് ജാഫർ ഉണ്ടാക്കണം? ശിൽപ വീണ്ടും ചോദിച്ചു. അതിന് കാരണമുണ്ട്, ഞാൻ തുടർന്നു. ഷിറോജൻ വനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ജീവി ആനകളാണ്. അവിടുത്തെ ആനകളിൽ ഈ മരുന്ന് പ്രയോഗിച്ചാൽ അവയ്ക്ക് മദപ്പാടുണ്ടാക്കുകയും ഈൾ ഗോത്രങ്ങളാണ് ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടിവരുന്നത്. ഈൾ ഗോത്രങ്ങൾ നശിച്ചാലേ ജാഫറിന് വിലപിടിപ്പുള്ള ധാതുക്കൾ ഖനനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈൾ ഗോത്രവർഗ്ഗക്കാരാണ് ഷിറോജന്റെ കാവൽക്കാർ. ജാഫർ ചിന്തിച്ചതുപോലെ എല്ലാം നടന്നു. മഷ്തർ എന്ന മരുന്ന് ആനകളിൽ മദപ്പാടുണ്ടാക്കുകയും ആനകൾ ഈൾ ഗോത്രവർഗ്ഗക്കാരുടെ ഗോത്രങ്ങൾ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ പടിഞ്ഞാറൻ മേഖലയിലെ വനപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഈൾ ഗോത്രങ്ങൾ ആരും അവശേഷിക്കാതെ നശിച്ചു. ഈ കാര്യം വലിയ വാർത്തയായി. മാധ്യമങ്ങൾ ഇതിനെ കൊട്ടിഘോഷിച്ചു. പതിയെ വാർത്തകളിൽ നിന്ന് ഷിറോജനും ഈൾ ഗോത്രങ്ങളും മാഞ്ഞു. തനിക്ക് പറ്റിയ സമയം വന്നെത്തിയെന്ന് ജാഫറിന് മനസ്സിലായി. ജാഫർ പുറംലോകമറിയാതെ ഖനനം തുടങ്ങി. കോടികൾ വാരിക്കൂട്ടി. ഈ സമയത്താണ് വാർത്തകളിൽ നിന്ന് ഷിറോജനും സംഭവങ്ങളും മാഞ്ഞുപോയെങ്കിലും ലിയയുടെ മനസ്സിൽ അത് തങ്ങിനിന്നത്. ലിയ ജന്തുശാസ്ത്രത്തിൽ PhD നേടി. എന്നാൽ ഇപ്പോൾ വീടിന്റെ സമീപത്തുള്ള ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുന്നു. ആ നാട്ടിൽ തന്നെ ആവശ്യത്തിന് പഠിപ്പുമുണ്ടായിട്ടും ജോലിയില്ലാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അരുൺ. ഒരു ദിവസം ലിയ പഠിപ്പിക്കുന്ന സ്കൂളിൽ വെച്ചാണ് അരുൺ ലിയയെ ആദ്യമായി കാണുന്നത്. കണ്ട മാത്രയിൽ അരുണിന് ലിയയെ ഇഷ്ടമായി. അന്നുമുതൽ ലിയയുടെ പിറകെയാണ് അരുൺ. അരുണിനെ ലിയയ്ക്കിഷ്ടമല്ലായിരുന്നു. ലിയയ്ക്ക് ഷിറോജനിൽ നടന്ന സംഭവത്തിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. ലിയ ഈ അപകടത്തെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. വളരെ കാര്യങ്ങൾ ലിയ കണ്ടെത്തി. ലിയ എന്ന പെൺകുട്ടി ഷിറോജനിൽ നടന്ന അപകടത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് ജാഫറിന് വിവരം ലഭിച്ചു. വളരെ വിലപ്പെട്ട വിവരങ്ങൾ ലിയയുടെ കൈവശമുണ്ടെന്ന് ജാഫർ മനസ്സിലാക്കി. ഈ കാര്യങ്ങൾ പുറംലോകമറിഞ്ഞാൽ തനിക്ക് വളരെ വലിയ നഷ്ടങ്ങളുണ്ടാക്കുമെന്ന് ജാഫറിനറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ജാഫർ ലിയയെ തിരയുവാനായി തന്റെ ആളുകളെ അയച്ചു. ലിയയെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ അത് നടന്നില്ല. കാരണം അരുണായിരുന്നു. ഒരു ദിവസം രാവിലെ ലിയ പതിവുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അരുൺ ലിയയുടെ പിന്നാലെ കൂടി. ലിയ അരുണിനെ നോക്കുക പോലും ചെയ്യുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് ജാഫർ അയച്ച ആളുകൾ ലിയയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്നാൽ അവരിൽ നിന്ന് അരുൺ ലിയയെ രക്ഷിച്ചു. തനിക്കെന്തെങ്കിലും പറ്റിയോ? അരുൺ ലിയയോട് ചോദിച്ചു. ഇല്ല എന്ന് ലിയ മറുപടി നൽകി. അവരാരാണ്? അരുൺ ചോദിച്ചു. ലിയ നടന്ന കാര്യങ്ങൾ അരുണിനോട് പറഞ്ഞു. അരുൺ അതെല്ലാം കേട്ടു. ഇതിനിടയിൽ അവർ തമ്മിൽ പ്രണയവും ഉടലെടുത്തു. ഈ സമയത്താണ് അടുക്കളയിൽ കുക്കർ അടിച്ചത്. ഇത് കേട്ടതും രമണി അടുക്കളയിലേക്ക് ഓട്ടി, എന്തോ മറന്നുവെച്ചതുപോലെ. വീണ്ടും കഥ പറയുന്നത് ഞാൻ തുടർന്നു.
ഒരു ദിവസം അരുൺ സ്കൂളിന്റെ മുൻപിൽ നിൽക്കുന്നത് ലിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ലിയ അരുണിനെ ഫോണിൽ വിളിച്ചു. അരുൺ ഫോൺ എടുത്തു. ഹലോ. ഫോണിലൂടെ ലിയയുടെ ശബ്ദം. എന്താ വിളിച്ചത്? അരുൺ മറുപടി നൽകി. എന്തിനാ ഇവിടെ വന്നു നിൽക്കുന്നത്? ലിയ ചോദിച്ചു. തന്നെ ഇനിയും അവർ തേടി വന്നാലോ? ഫോണിന്റെ മറുതലയ്ക്കൽ നിന്ന് അരുണിന്റെ മറുപടി. ഈ സമയത്ത് ഇളംകാറ്റ് ലിയയെ തലോടിപ്പോയി. വറ്റിവരണ്ട ഭൂമിയെ മഴത്തുള്ളികൾ പ്രണയിക്കുന്നതുപോലെ അവർ തമ്മിലുള്ള പ്രണയം ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു. അതേസമയം ജാഫർ ലിയയുടെ പക്കലുള്ള തെളിവുകൾ എങ്ങനെ കൈക്കലാക്കണം എന്ന ചിന്തയിലായിരുന്നു. സത്യത്തിന്റെ വെളിപ്പെടുത്തൽ. ലിയയും അരുണും തമ്മിലുള്ള പ്രണയം പടർന്നു പന്തലിച്ചു. അവർ ലിയയുടെ മുത്തച്ഛന്റെയും അനുജത്തിയുടെയും അരുണിന്റെ മാതാപിതാക്കളുടെയും അനുവാദത്തോടെ വിവാഹിതരായി. ജാഫർ ലിയയുടെ വിലാസം കണ്ടെത്തി. അവൻ അവിടേക്ക് ആളുകളെ അയച്ചു. എന്നാൽ അവർക്ക് അവരെ കണ്ടെത്താനായില്ല. കാരണം അരുൺ ഇത് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ അവർ എല്ലാവരും കൂടി ഒളിവിൽ പോയി. ജാഫർ അയച്ച ആളുകൾ ആ നാട്ടിൽ ലിയയെപ്പറ്റി അന്വേഷിച്ചു. ലിയയും അരുണും വിവാഹിതരായ കാര്യമുൾപ്പെടെ നിരവധി കാര്യങ്ങൾ അവർ മനസ്സിലാക്കി. അവർ അരുണിന്റെ വീട്ടിലും പോയി. എന്നാൽ അവിടെയും അവർക്ക് ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. രണ്ടുപേരുടെയും വീടിന്റെ പരിസരങ്ങളിലായി ജാഫർ നിരീക്ഷിക്കുവാൻ ആളുകളെ നിയോഗിച്ചു. ഒളിവിൽ പോയ അരുണിനും ലിയയ്ക്കും പുറത്തുനിന്ന് രാഹുലിന്റെ സഹായം ലഭിച്ചിരുന്നു. അരുണിന്റെ ഉറ്റസുഹൃത്തായിരുന്നു രാഹുൽ. ഒരു ദിവസം രാഹുൽ അരുണിന്റെ നിർദ്ദേശപ്രകാരം അരുണിന്റെ വീട്ടിൽ പോയി. ജാഫർ നിയോഗിച്ച ആൾക്കാർ രാഹുലിനെ പിടികൂടി. ലിയയും അരുണും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് രാഹുൽ വഴി അവർ അറിഞ്ഞു. അവർ ലിയയെയും അരുണിനെയും അവരുടെ കുടുംബത്തെയും പിടികൂടി അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. ജാഫർ തെളിവുകൾ ലിയയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലിയ അത് നൽകാൻ തയ്യാറായില്ല. ജാഫർ വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ ലിയ വീണ്ടും നൽകാൻ തയ്യാറായില്ല. ലിയയെയും കുടുംബത്തെയും ജാഫർ പലതരത്തിൽ ഉപദ്രവിച്ചു. ഈ സമയത്താണ് ജാഫർ ടിവിയിലെ വാർത്ത ശ്രദ്ധിക്കുന്നത്. തനിക്കെതിരായുള്ള തെളിവുകൾ പുറത്തായി എന്ന് മനസ്സിലായി. എങ്ങനെ അത് പുറത്തായി എന്ന് ജാഫർ ചിന്തിച്ചു. തന്റെ ഖനനങ്ങളെല്ലാം സർക്കാർ പിടിച്ചെടുത്തു എന്ന വാർത്തയും ജാഫറിന് ലഭിച്ചു. താമസിയാതെ തന്നെ പോലീസിന് ഈ താവളം തേടി പുറപ്പെട്ടുവെന്ന് ജാഫറിന് വിവരം ലഭിച്ചു. ജാഫർ തന്റെ കുടുംബത്തെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ജാഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലിയയെയും കുടുംബത്തെയും പോലീസ് മോചിപ്പിച്ചു. ജാഫറിന്റെ വക്കീലിന്റെ മിടുക്ക് കാരണം ജാഫറിന് 25 വർഷം കഠിന തടവ് വിധിച്ചു. ഇതറിഞ്ഞ ചിലരുടെ മനസ്സിൽ പല പദ്ധതികളും മുളപൊട്ടി. തുടരും.